മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിലെ കലാമത്സരങ്ങൾ അതിമനോഹരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് സ്കിറ്റിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിക്കൊണ്ട് ഫോർട്ട് കൊച്ചി വെളി എഡ്വേർഡ് മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തായിരുന്നു നിങ്ങളുടെ മത്സരത്തിന്റെ വിജയാഘോഷം എങ്ങനെയാണ്? എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവരും അത്രയും പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. വളരെ കാലത്തെ പ്രാക്ടീസ് ഒന്നും കൊണ്ട് ചെയ്തതൊന്നുമല്ല. നമ്മളൊക്കെ തന്നെ സ്ക്രിപ്റ്റ് എഴുതി, ഞാനാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. പിന്നെ ഈ അഭിനേതാക്കളുടെ കഴിവുകൊണ്ടും കൂടി പിന്നെ ടീച്ചർമാരുടെ സപ്പോർട്ടും നമ്മുടെ ബാക്ക് എല്ലാം ഇപ്പോൾ പ്രോപ്പർട്ടീസ് ആണെങ്കിലും അത് പിള്ളേരുണ്ടാക്കിയതാണ്. ആ കല്ലൊക്കെ അവർ തന്നെ പെയിൻ്റ് അടിച്ചുണ്ടാക്കിയതും അങ്ങനെ പ്രോപ്പർട്ടീസൊക്കെ അങ്ങനെ. പിന്നെ ടീച്ചർമാരുടെ സപ്പോർട്ടും പിന്നെ പിള്ളേരെല്ലാം കിടില പിള്ളേരായിരുന്നു. അഭിനയിക്കാൻ സെറ്റപ്പ് പിള്ളേരായിരുന്നു. പിന്നണിക്കാരും എല്ലാത്തിനും ഓടിയാണെന്ന്. ഇതിനു വേണ്ടിയിട്ട് അവതരിപ്പിച്ച ഒരു ആശയം എന്തായിരുന്നു? 23rd സെഞ്ച്വറി ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയില്ലേ, ഇപ്പോൾ എത്രയോ ആളുകൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനുണ്ടാവും. അതാണ് നമ്മൾ ടോപ്പിക്കാക്കി എടുത്തതും. അത് വളരെ മനോഹരമായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഫർഹാന അത് എഴുതി ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു. ഒരു സെക്കൻഡ് പോലും ഇപ്പോൾ എക്സാംസൊക്കെ അടുത്ത് നിൽക്കുന്ന എക്സാം സ്ട്രെസ്സിലുണ്ടെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അത്രയ്ക്ക് സപ്പോർട്ടീവായിരുന്നു. നമുക്കൊരു കംഫർട്ട് സോണിൽ നിന്നിട്ടായിരുന്നു നമ്മളിത് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഒട്ടുമിക്ക സ്കൂളുകളൊക്കെ പറഞ്ഞാലും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, ടെൻഷൻഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കൂളായിരുന്നു, ചില്ലായിരുന്നു. കാര്യം ഈ 4 ടീച്ചേഴ്സ് തന്നെയാണ്. അത് പോരാത്തതിന് ഞങ്ങളുടെ പ്രിൻസിപ്പൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. കുട്ടികളുടെ ഈ ഒരു വിജയം എന്ത് തോന്നുന്നു? ഇവരുടെ വിജയം എങ്ങനെയായിരുന്നു? അവരുടെ എഫേർട്ടാണ് കൂടുതലും. കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്, അതായത് ഞങ്ങളൊരു ഗവൺമെൻറ് സ്കൂളിൻ്റേതായ എല്ലാവിധ പരിമിതികളിലും നിന്നുകൊണ്ടാണ് ഇവർ ഈ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഫുൾ ക്രെഡിറ്റും മക്കൾക്കാണ്. Oh, fate, huh? How long we will live in this world blaming fate. How long we will survive in this world blaming fate. Every development you made only met your needs and beyond. But what about the price the future generation has to pay? Basic needs? We haven't even heard about that. We all are on survival mode. It was never ever about fate. It was all about making choices. And you all made them wrong, utterly wrong. And you are responsible for it. Code number 2. കലോത്സവ വേദിയിലെ വേറിട്ട കാഴ്ചകളിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വ്യക്തിയാണ് നമ്മളുടെ പള്ളുരുത്തി SDPY സ്കൂളിലെ അധ്യാപകൻ. അദ്ദേഹം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കലാപ്രകടനങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിത്രകലാ ജീവിതം അത് കൂടുതൽ ശോഭനമാക്കുന്ന ഒരു വേദിയാണ് ഇന്ന് കലോത്സവ വേദിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കലോത്സവ വേദികളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കാരിക്കേച്ചറുകൾ നിർമ്മിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ വേദികളെ പരിചയപ്പെടുത്തുന്നത്. സാർ നമസ്കാരം. സാറ് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് കടന്നു വന്നത്? ഇത് ഞാൻ SDPY LPയിൽ ജോയിൻ ചെയ്തു. ഒരു വർഷം കഴിഞ്ഞപ്പോഴേ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി ഗേൾസിലേക്ക്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കമൽ സാറാണ് എൻ്റെ ഈ കഴിവുകൾ മനസ്സിലാക്കി എന്നെ സ്റ്റിൽ മോഡൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നെ മുമ്പ് നിർത്തി ചെയ്യിപ്പിച്ചു. ആ കൊല്ലം മുതൽ ഞാൻ 2010 വരെ SDPY ഗേൾസിന് സോഷ്യൽ സയൻസ് സ്റ്റിൽ മോഡൽ ഫസ്റ്റായിരുന്നു. ജില്ല വരെ പോയിട്ടുണ്ട് ഞങ്ങൾ. UP ജില്ല വരെ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ആശയം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഒരു രസകരമായിക്കോട്ടെ, അതുകൊണ്ടാണ് തമിഴ് പ്രസംഗത്തിൻ്റെ വേദി എഴുതി കഴിഞ്ഞപ്പോഴേക്കും അവിടെ രജനീകാന്തിൻ്റെ പിക്ചർ കൊടുത്തു. മലയാളം പ്രസംഗത്തിന് നമ്മുടെ ശ്രീമതൻ അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കാരിക്കേച്ചർ വെച്ചു. പിന്നെ ഇംഗ്ലീഷ് പ്രസംഗത്തിന് ട്രംപ്, പിന്നെ കവിത കഥാരചന ആ വേദിക്ക് വയലാറിൻ്റെ ചെറിയൊരു ചിത്രം കൊടുത്തു. ആ സമയത്ത് നമുക്ക് തോന്നുന്നു പെട്ടെന്ന് ഞങ്ങൾ എല്ലാ വേദികളിലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. രചനാ മത്സരങ്ങളുടെ വേദികളിലെല്ലായിടത്തും വരച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ട്രോഫി കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, ജഡ്ജസ് ഇരിക്കുന്ന അവിടെ ഒക്കെ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് അത്ര ഭംഗികളും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. സാറ് എന്താ ഇപ്പോൾ പഠിപ്പിക്കുന്നത്? ഞാൻ LP സ്കൂളിൽ
SDPI മോഡൽ LPS പള്ളുരുത്തി. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബൾബ് പെട്ടെന്ന് ചീത്തയാവില്ല. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രിസിറ്റിയും സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഗവൺമെന്റിന് കുറച്ച് ചെലവ് മതി. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ന്യൂ ഇയറിനില്ല ഇത് തനിയെ ഞങ്ങൾക്ക് മാനുവലി ഓഫ് ചെയ്യാം. അതിന്റെ ഓഫ് ചെയ്താൽ ഞങ്ങൾക്ക് പിന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇതിന്റെ സെൻസിറ്റിവിറ്റി ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഇത് കുറേ ബെനിഫിറ്റ് നൽകുന്നു. താങ്ക് യു. CCTV ക്യാമറ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മോശം കണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യും. ഇത് മിറർ പോലെയാണ്. ലൈറ്റ് കടത്തി വിടത്തില്ല. അകത്തോട്ടും ഏറ്റവും പുറത്തോട്ടും. അപ്പോൾ ഇത് സ്റ്റോപ്പ് ആകുമ്പോൾ അകത്ത് കയറുന്ന ലൈറ്റ് സ്റ്റോപ്പ് ആകുമ്പോഴാണ് ഇത് സെൻസ് ചെയ്യുന്നത്. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവ വേദിയിലെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ലിറ്റിൽ കൈറ്റ്സിൻ്റെ ആ ഒരു കോർഡിനേഷൻ. വിവിധ സ്കൂളുകളിലെ ലിറ്റിൽ കൈറ്റ്സിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് കലോത്സവ വേദിയിലെ ഓരോ ദൃശ്യങ്ങളും അവർ കൃത്യമായിട്ട് ഒപ്പിയെടുക്കുന്നത്. അതോടൊപ്പം തന്നെ TD ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ഇന്നിവിടെ 3 റൂമുകളിലായിട്ട് എക്സിബിഷനും ഒരുക്കിയിട്ടുണ്ട്. ലിറ്റിൽ കൈറ്റ്സിൻ്റെ നേതൃത്വം കൊടുക്കുന്ന അധ്യാപകനും വിദ്യാർത്ഥികളും നമ്മളോടൊപ്പം ചേരുകയാണ്. 2018 TD ഹൈസ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് ആരംഭിച്ചത്. പ്രധാനമായിട്ടും ഇവിടെ എല്ലാ റൂമും സ്മാർട്ട് റൂമാണ്. ആ സ്മാർട്ട് റൂമിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ആണ്. ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ അവർക്ക് ക്ലാസ് ഉണ്ടാകും. IT അഡ്വാൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്, റെക്കോർഡിംഗ് ഉൾപ്പെടെ. അതേപോലെ റോബോട്ടിക്സ്, ഈ വർഷം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത റോബോട്ടിക്സ് അവർ പഠിക്കുന്നുണ്ട്, സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഒരു കലോത്സവത്തോടനുബന്ധിച്ച് 4 ദിവസം റോബോട്ടിക്സിൻ്റെയും അതുപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും ഒരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചത്. കലോത്സവ വേദിയിൽ തുടർച്ചയായിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഈ കലോത്സവത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ പകർത്തി കൊടുക്കുന്ന ഒരു സജ്ജീകരണം തുടങ്ങിയിട്ട്? കഴിഞ്ഞ 4 വർഷമായി ലിറ്റിൽ കൈറ്റ്സിലെ കുട്ടികൾ തന്നെയാണ്. മട്ടാഞ്ചേരിയിൽ ഇപ്പോൾ 19 യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ സ്കൂളിലെയും കുട്ടികൾ പല ഷിഫ്റ്റുകളായിട്ട് വന്ന് ഇതിൻ്റെ 7 വേദികളിലുള്ള എല്ലാ റെക്കോർഡിങ്സും ചെയ്യുന്നത് ലിറ്റിൽ കൈറ്റ്സിലെ കുട്ടികൾ തന്നെയാണ്. അതിനുള്ള പരിശീലനം അവർക്ക് ഓരോ സ്കൂളിനും ക്യാമറ, അതേപോലെ പരിശീലനം, അതെല്ലാം ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിൽ അവർക്കത് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ലിറ്റിൽ കൈറ്റ്സിൽ ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ എന്ന് പറയുന്നത് സാങ്കേതികവിദ്യ വളരുന്ന നല്ലൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികളിൽ ശാസ്ത്രബോധം വരാനാണ് നമ്മൾ ഈ ലിറ്റിൽ കൈറ്റ്സിൽ ചേർന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ അറിവ് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. എല്ലാവരും വളർന്ന് വലുതാകുമ്പോൾ നമ്മുടെ രാജ്യവും പുരോഗമനത്തിനും വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. ഞങ്ങൾക്ക് റോബോട്ടിക്സിനെ പറ്റിയെല്ലാം ഞങ്ങൾക്ക് നല്ലോണം പഠിക്കാൻ പറ്റുന്നുണ്ട്. റോബോട്ട് ഉണ്ടാക്കണം. പിന്നെ എനിക്കും നല്ല ഇൻഫോർമേഷൻ പണ്ട് എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നു റോബോട്ടിക്സിനെ പറ്റി. ഇപ്പം എനിക്ക് അത് ഈ ലിറ്റിൽ കൈറ്റ്സിൽ ചേർന്നപ്പോൾ ഓഫ്ലൈനിലായിട്ടും എനിക്ക് മനസ്സിലായി എങ്ങനെ ചെയ്യണം. റോബോട്ടിക്സിൽ കണക്ഷൻ, കോഡിങ് എല്ലാം എനിക്ക് മനസ്സിലായി ലിറ്റിൽ കൈറ്റ്സിൽ. പിന്നെ കമ്പ്യൂട്ടറുടെ ഒരു ഫീച്ചേഴ്സും ക്ലാസ്സിലെ പ്രൊജക്ടറുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ആയാലും അതൊക്കെ ശരിയാക്കാൻ ലിറ്റിൽ കൈറ്റ്സ് എനിക്ക് മനസ്സിലാക്കി തന്നു.
എന്തിനാണ് അതിനെ കൊല്ലുന്നത്? ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കുന്നതല്ലേ അമ്മ നമ്മളോട് ഇന്നലെ രാത്രി പറഞ്ഞത്. ഉറുമ്പാണെങ്കിൽ നമ്മളെ കഴിക്കുകയെങ്കിലും ചെയ്യും. കേൾക്കൂ ആ മൈനയുടെ പാട്ട്. എനിക്കതിനൊരു മൂടുക്കാൻ തോന്നുന്നു. എന്തോ അബദ്ധം ചെയ്യുവാൻ പോയ കുട്ടൻ തന്റെ കയ്യിലിരുന്ന തെറ്റാനെങ്കിലും തറയിലിട്ടു. ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ മുയൽ പറഞ്ഞു, കുറച്ചും കൂടെ തിന്ന് നല്ലൊരു എമ്പൊക്കെ വിട്ട് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് വീണ്ടും തിന്നാൻ തുടങ്ങി. അപ്പൊ തോട്ടക്കാരൻ എത്തി. എല്ലാ മുയലുകളും മുൻകെടുക്കാൻ തുടങ്ങി. ഇതാ തോട്ടക്കാരൻ എത്തി, ഓടിക്കോ ഓടിക്കോ എന്നും പറഞ്ഞ് എല്ലാവരും ഓടാൻ തുടങ്ങി. ഓടണേനൊപ്പം എല്ലാവരും കുതിച്ച് ചാടാൻ തുടങ്ങി. പക്ഷെ ആർത്തിയുള്ള മുയലിന് ഓടാൻ സാധിച്ചില്ല, ചാടാനും പറ്റിയില്ല. അവൻ ചാടാൻ ശ്രമിച്ചപ്പോൾ അവിടെയുള്ള മുൾവേലിയിലേക്ക് അവൻ വീണു. എല്ലാ മുള്ളുകളും അവന്റെ ദേഹത്ത് കുത്തിക്കയറി.
എങ്ങനെയൊക്കെയോ നടന്നു പോയി. അപ്പൊ തോട്ടക്കാരൻ തന്റെ കയ്യിലുള്ള വലിയ വടിയിൽ തെറിഞ്ഞു. അത് മുയലിനെ കൊണ്ട്